ഇനി നമുക്ക് പല രീതിയിലുള്ള ഇൻപുട്ട് ടൈപ്പുകളെ പറ്റി നോക്കാം. ഉദാഹരണത്തിന് ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് കൊടുത്തതിന് ശേഷം ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് പാസ്വേഡ്. നിങ്ങൾ സാധാരണ ഏത് വെബ്സൈറ്റിൽ പോയാലും പാസ്വേഡ് എന്നൊരു ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്. ഇതെല്ലാം ബ്രൗസറിന് മനസ്സിലാവുന്നത് ഈ ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചാണ്. അതായത് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നതോ അതുപോലെ തന്നെ വരും. നമ്മൾ ടൈപ്പ് പാസ്വേഡ് എന്ന് കൊടുത്തതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത ക്യാരക്ടേഴ്സ് അവിടെ ഡോട്ട് എന്ന രീതിയിൽ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് ഇമെയിൽ. ഇനി മറ്റൊരു ഇൻപുട്ട് ടൈപ്പാണ് നമ്പർ. നിങ്ങൾക്കിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നും, എല്ലാം ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. അത് ഇനിയുള്ള വീഡിയോകൾ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. കേട്ടോ, നമ്മൾ ഓരോ ഇൻപുട്ട് ടൈപ്പ് പറയുന്നതനുസരിച്ച് അതിൻ്റേതായ പ്രോപ്പർട്ടീസ് അവിടെ വരുന്നതാണ്. അതായത് നമ്മൾ നമ്പർ എന്ന് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ നമുക്ക് അപ്പ് ആരോ ഡൗൺ ആരോ വരുന്നത്. ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ആ നമ്പറിൻ്റെ വാല്യൂ കുറയുന്നു. അപ്പ് ആരോ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് അത് കൂടുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇൻപുട്ട് ടൈപ്പാണ് ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സ് എന്ന് കൊടുക്കുക. നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് കാണാം. അതുപോലെ തന്നെ മറ്റൊരു ഇൻപുട്ട് ടൈപ്പാണ് റേഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും രണ്ട് റേഡിയോ ബട്ടൺ വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ വാല്യൂ ഒന്നുമില്ല.
അതിനുവേണ്ടി നമ്മളിവിടെ അതിൻ്റെ വാല്യൂ കൊടുക്കുക, അതായത് നമ്മൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ അതിൻ്റെ വാല്യൂ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ആ റേഡിയോ ബട്ടൺ സെലക്ട് ആകും. ഒരു സമയത്ത് ഒരു റേഡിയോ ബട്ടണേ ആക്റ്റീവ് ആവുകയുള്ളൂ. അതിന് കാരണം രണ്ടിനും ഒരേ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നെയിം എന്നുള്ള ആട്രിബ്യൂട്ടിൽ നമ്മൾ ജെൻഡർ എന്നുള്ള പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വേറൊരു പേരാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടും ഒരേ സമയത്ത് വർക്കാവുന്നത്. ഞാൻ വീണ്ടും അത് പഴയതുപോലെ ആക്കി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണമേ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.